ഏവർക്കും സ്വാഗതം, വെൽക്കം, വണക്കം. ഇന്ന് വളരെ പ്രത്യേകതയുള്ള ഒരു സുഹൃത്തുമായി സംഭാഷണം ചെയ്യുവാനും ആ സുഹൃത്തിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാനും സാധിക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പേര് വി ചന്ദ്രശേഖർ എന്നാണ്. അദ്ദേഹം പാലക്കാട്ട് ജനിച്ച മലയാളിയാണ് എങ്കിലും ഇപ്പോൾ താമസിക്കുന്നത് ചെന്നൈയിലാണ്. ദീർഘനാൾ വളരെ സ്തുത്യർഹമായ സേവനമനുഷ്ഠിച്ച ശേഷം ബാങ്കിങ് സെക്ടറിൽ അദ്ദേഹം റിട്ടയർഡ് ജീവിതം നയിക്കുമ്പോൾ സജീവമായി തന്നെ കഴിയുന്നു. തൽഫലമായി നല്ല പുസ്തകങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നു. അതിൽ ആദ്യത്തെ പുസ്തകത്തിൻ്റെ പേര് ലൈഫ് ലെസൺസ് ഫോർ ഓൾ സീസൺസ് എന്നാണ്. നമ്മുടെ എ ടെമ്പിൾ ഓഫ് തോട്ട് എന്ന യൂട്യൂബ് സംഗമത്തിൽ കൂടെയാണ് ചന്ദ്രശേഖർ എന്ന ഒരു സുഹൃത്തിനെ എനിക്ക് ലഭിച്ചത് എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ട ആവശ്യമുണ്ട്. നല്ല ആശയങ്ങളോട് അദ്ദേഹം കാണിക്കുന്ന താല്പര്യം എന്നെ വളരെ അധികം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അത് ഒരു വ്യക്തിയുടെ ഉള്ളിൻ്റെ വെളിച്ചത്തെ സൂചിപ്പിക്കുന്നു എന്ന് ഞാൻ എക്കാലത്തും വിശ്വസിച്ചിരുന്നു, ഇപ്പോഴും വിശ്വസിക്കുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു വ്യക്തിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാൻ ഇടയാകുന്നതിൽ നമുക്ക് ഏവർക്കും സന്തോഷിക്കാൻ വകയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഇൻട്രൊഡക്ഷൻ അധിക സമയം എടുക്കാതെ എൻ്റെ സുഹൃത്തായ ചന്ദ്രശേഖരനോട് സ്വയം ഒന്ന് പരിചയപ്പെടുത്തുകയും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തെ, അദ്ദേഹം മറ്റു പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട്, ഇപ്പോൾ വേറൊരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്നു. പുസ്തകത്തെ ഒന്ന് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. മലയാളവും ഇംഗ്ലീഷും മിക്സ് ചെയ്ത് പ്രയോഗിച്ചാലും അത് ഒരു പ്രയാസവുമില്ല. ഈ ഭാഷയല്ല, ആശയമാണ് നമുക്ക് പ്രധാനം. ആ ആശയസമ്പുഷ്ടമായ ഒരു വ്യക്തിത്വമാണ് താങ്കളുടേത് എന്നത് ഞങ്ങളുടെ എവരുടെയും ഭാഗ്യവും അനുഗ്രഹവുമാണ്. നമുക്ക് ചന്ദ്രശേഖറിൽ നിന്ന് ശ്രദ്ധിക്കാം. Welcome, sir. Thank you very much. I'm a retired banker who worked for about 35 years in Syndicate Bank, the Square Bank, nationalized bank. And during that period, about 10 or 11 years, I was working as a faculty member as well as principal of our bank's training college. So that gave me a lot of exposure in reading, writing, and speaking and all. Now, I have completed writing 2 books. One is Life Lessons for All Seasons, and the second one is Fostering Leadership Excellence in Indian Banks. Now, as requested by Wilson sir, I wish to talk about Life Lessons for All Seasons, a brief introduction. You know that we are facing through a critical period in our lives. We always fall back upon the life lessons from the wisdom literatures like Bhagavad Gita, Bible, and Quran, and similar other books. Whenever problems are, of course, no doubt that these books are very ever relevant books, and it is an integral part of the humanity. But what I face is that at this moment I want to give a book which is customized one, which is depending upon the most modern, the here and situation faced by the people. So from this focus, I have customized some solutions here in this book. You know that major problems we are facing is the technology and the consumerism. These 2 things are the driving forces of our modern life. Right. This means that we are facing problems totally different from the past. So my book has got 3 parts. The first part is part A. That is, in that part A. ഞാൻ ഇവിടെ ഒന്ന് ഇടപെട്ടോട്ടെ. അപ്പോൾ
നമ്മളെ കേൾക്കുന്ന ആളുകൾക്ക് അവരുടെ മനസ്സിൽ വരാവുന്ന ഒരു ചോദ്യം ഞാൻ ഒന്ന് ഉന്നയിക്കുകയാണ്. അതായത് ചന്ദ്രശേഖർ ഇതുവരെ പറഞ്ഞത് നാം എല്ലാവരും ഒരു പ്രത്യേകമായ ഘട്ടത്തിൽ കൂടെ കടന്നു പോകുന്നു. പല പല സങ്കീർണമായ പ്രശ്നങ്ങൾ നമ്മെ അഭിമുഖീകരിക്കുന്നു. ആ സമയത്ത് മനുഷ്യന് ഏറ്റവും ആവശ്യമായത് പരിജ്ഞാനമാണ്, ബുദ്ധിയാണ്. അറിവ് കൊണ്ട് മാത്രം പോരാ, ബുദ്ധി കൂടെ വേണം. അതിൻ്റെ ഉറവിടമായിട്ട് നാം സാധാരണ കരുതുന്നത് ഭഗവത്ഗീതയെ പോലെയും ബൈബിളിനെ പോലെയും അല്ലെ ഖുറാനെ പോലെ അങ്ങനെയുള്ള ആധ്യാത്മിക ഗ്രന്ഥങ്ങളാണ്. അതിനുശേഷം താങ്കൾ പറഞ്ഞത് ആധുനിക ലോകം അഭിമുഖീകരിക്കുന്ന ഇപ്പോഴത്തെ രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നം ടെക്നോളജിയും കൺസ്യൂമറിസവുമാണ്. ഇത്രയുമാണ് താങ്കൾ ഇതുവരെ പറഞ്ഞത്. അപ്പൊ ഇതിന്റെ വെളിച്ചത്തിൽ ആളുകൾ ചോദിക്കാവുന്നൊരു ചോദ്യം, ടെക്നോളജിയും കൺസ്യൂമറിസവും മനുഷ്യനെ ഇത്രമാത്രം അലട്ടാൻ തുടങ്ങിയിട്ട് അധിക നാളായില്ല, കൂടിപ്പോയ 100-150 വർഷമേ ആയുള്ളൂ. പക്ഷെ നമ്മളിപ്പോൾ ഉച്ചരിക്കുന്ന പുസ്തകങ്ങളെല്ലാം അതിനൊക്കെ ഒത്തിരി വളരെ പുരാതനമായ പുസ്തകങ്ങളാണ്. അപ്പൊ ഈ ആധുനികമായ പ്രശ്നങ്ങൾ സമർത്ഥമായി കൈകാര്യം ചെയ്യാൻ പുരാതനമായ പുസ്തകങ്ങളിൽ നിന്ന് ലഭിക്കാവുന്ന അറിവുകൾ പര്യാപ്തമാണോ? അതുകൊണ്ട് മാത്രം നമുക്ക് തൃപ്തിപ്പെടാമോ? അല്ല അതിനെ അതിജീവിച്ച് മുൻപോട്ട് പോയി ഇപ്പോഴത്തെ അവസ്ഥകളോട് ചേർന്ന് ചിന്തിച്ച് പുതിയ വെളിച്ചം കണ്ടെത്തുവാൻ നമുക്ക് കടമയും ആവശ്യവുമില്ലയോ എന്നൊരു ചോദ്യം ന്യായമായും വരും. അതിനെപ്പറ്റി താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അതായത് പഴയ ട്രഡീഷണൽ ആയിട്ടുള്ള ബുക്സ് ആർ ദ ഫണ്ടമെന്റൽസ് എനിവേ. ഫണ്ടമെന്റൽ ലൈഫ് ലെസൺസ് അത് വ്യത്യാസമേ ഇല്ല, അതെന്നും നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ മോഡേൺ പീപ്പിൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തെന്ന് വെച്ചാല് പുതിയ പുതിയ ഓരോ ദിവസവും പുതിയ പുതിയ പ്രശ്നങ്ങളാണ് അവർ നേരിടുന്നത്. ഞാൻ ഈ പറഞ്ഞ മാതിരി ടെക്നോളജിയും അതിന്റെ സ്പീഡും അതിന്റെ കൺസ്യൂമറിസവും എല്ലാം കൂടി വരുന്ന സമയത്ത് നമ്മൾ പുതിയൊരു ലോകത്താണ് ജീവിക്കുന്നത്, പഴയ രീതി അല്ല ഇപ്പൊ. അപ്പൊ മനുഷ്യന് അതിനൊരു സൊല്യൂഷൻ ഇല്ലാതെ അർത്ഥം വഴി തെറ്റിയിട്ട് എങ്ങനെ അപ്പൊ അതിനുള്ളൊരു സൊല്യൂഷനാണ്, ഒരു കസ്റ്റമൈസ്ഡ് സൊല്യൂഷനോ സജഷനോ ആണ് എന്റെ ബുക്ക്. അപ്പൊ ഞാൻ ഇവിടെ ചോദിക്കേണ്ട മറ്റൊരു ചോദ്യം എന്ന് ചോദിച്ചാല്, ഇപ്പൊ നമ്മൾ പറഞ്ഞ പുസ്തകങ്ങൾ, വേദപുസ്തകമാണെങ്കിലും ഗീതയാണെങ്കിലും ഖുർആൻ, ഇതൊക്കെ മതപരമായ ഗ്രന്ഥങ്ങളാണ്. അപ്പൊ ഈ മതപരമായ ഗ്രന്ഥങ്ങൾ എന്താണെന്നും അവയുടെ ആശയങ്ങളും ഉള്ളടക്കമൊക്കെ എന്താണ് എന്ന് ജനങ്ങൾക്ക് വിവക്ഷിച്ചു കൊടുക്കാനായി പ്രത്യേകം ചുമതലയുള്ള ആളുകളുണ്ട്. അത് മതമേഖലയിൽ സേവനം ചെയ്യുന്ന ആളുകളാണ്. പുരോഹിതന്മാരാണെങ്കിലും പൂജാരികളാണെങ്കിലും പൗരന്മാരാണെങ്കിലും. എന്തുകൊണ്ടാണ് അങ്ങനെയുള്ളവർ ഇപ്രകാരമുള്ള പുസ്തകങ്ങൾ എഴുതാതെ സെക്യുലർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന മനുഷ്യസ്നേഹിയായ എൻ്റെ സുഹൃത്ത് ചന്ദ്രശേഖർ ഇപ്രകാരം ഒരു പുസ്തകം എഴുതണമെന്ന് ബോധ്യപ്പെടുകയും അതിനുവേണ്ടി അധ്വാനിക്കുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ഈ കടമ നിർവഹിക്കേണ്ട മതം കൊണ്ട് ജീവിക്കുന്ന ആളുകൾ ഒന്നും സംഭവിക്കുന്നില്ല, എല്ലാം പണ്ട് നൂറ്റാണ്ടുകൾക്ക് അല്ലെങ്കിൽ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ആയിരുന്നത് പോലെ മാത്രമാണ് ഇപ്പോഴും എന്ന് പറഞ്ഞ് ഇങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല, ചില ആചാര അനുഷ്ഠാനങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരുന്നാൽ മതി എന്ന വിധത്തിൽ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ്? അവരും ചന്ദ്രശേഖരെ പോലെയുള്ള ആളുകൾ തമ്മിൽ ഒരു വലിയ വ്യത്യാസം ഞാൻ കാണുന്നത് കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. അത് മനസ്സിലായി. അതായത് പിന്നെ പഴയ ഈ മത ആചാരം എന്നൊക്കെ പറഞ്ഞാല് ഈ മത പുരോഹിതന്മാരെല്ലാം ആ വഴിയിൽ കൂടെ തന്നെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. കാലങ്ങൾ മാറി എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായിട്ടില്ലയോ എന്നുള്ളത് അറിഞ്ഞുകൂടാ. അതായത് മനസ്സിലായാൽ തന്നെയും അത് പ്രാവർത്തികമായിട്ടുള്ളതിനെ ഇന്നത്തെ രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതുപോലുള്ള ഒരു കസ്റ്റമൈസ്ഡ് ഇന്നത്തെ ഇൻ ദ ഹിയർ ആൻഡ് നൗ സിറ്റുവേഷൻ, നമ്മള് കാലങ്ങൾ മാറുന്നതോടൊപ്പം നമ്മളുടെ ആറ്റിറ്റ്യൂഡും നമ്മളുടെ പ്രവൃത്തി എല്ലാം മാറിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഇഫ് വി ഡു നോട്ട് ചേഞ്ച് തിങ്സ് ദ ചേഞ്ച് വിൽ ചേഞ്ചസ്. അതാണ് സത്യം. അതെ,
ആ കാലം അത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മളെല്ലാം പിന്നെ ഇറലവൻ്റായി മാറിപ്പോകും കാലക്രമേണ. കാലം അതിനെ മാറ്റും. അതെ. അപ്പൊ ഈ പുസ്തകത്തിലെ അപ്പൊ ഉള്ളടക്കം, ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഏറ്റവും ഹ്രസ്വമായി, വളരെ സംക്ഷിപ്തമായി ഒന്ന് പരിചയപ്പെടുത്തുന്നത് സഹായിക്കും. തീർച്ചയായും സാർ. ആദ്യം ഞാൻ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതില് ഒരു ഇൻട്രൊഡക്ഷൻ ഒരു 3 പേജാണത്. അത് ഇറ്റ് വിൽ ഗിവ് ആൻ ഓവർവ്യൂ ഓഫ് ദ ബുക്ക്. അത് വായിച്ചാൽ തന്നെ മനസ്സിലാവും. വളരെ സിമ്പിൾ. ഈ ബുക്ക് വളരെ സിമ്പിൾ ആണ്. ഒരു 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് പോലും വളരെ ലളിതമായും വളരെ സുന്ദരമായും വായിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ബുക്കാണ്. ലാംഗ്വേജ് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഞാൻ അത് വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് 1-2 ആശയങ്ങൾ എന്ന് പറഞ്ഞാൽ മതി. കാരണം ഇത് നമ്മളെ കേൾക്കുന്ന ആളുകൾക്ക് ഈ പുസ്തകം വായിക്കാനുള്ള താല്പര്യം അനുഭവിക്കത്തക്കവണ്ണം അതിന്റെ ഒരു ടേസ്റ്റ് എന്ന് പറയത്തില്ല, നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക എന്ന് പറയുന്ന പോലെ അതിന്റെ രുചി നോക്കാൻ. അത് രുചി നോക്കുകയാണെന്ന് വെച്ചാൽ എല്ലാറ്റിലും അതില് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള എക്സാമ്പിൾസ് കൊടുക്കും ഓരോന്നിനും. അതായത് ആ എക്സാമ്പിൾസ് കൊടുത്താൽ തന്നെ ഇറ്റ് വിൽ ദ ഐഡിയ വിൽ ബി ഇന്റേണലൈസ്ഡ് ഇൻ ദം. പിന്നെ വളരെ പ്രധാനപ്പെട്ട കൊട്ടേഷൻസ് ആണ്. ഒരു സാധാരണ കൊട്ടേഷൻസ് ഒന്നും അല്ല, ഇതൊക്കെ അപൂർവം. ഏതെങ്കിലും ഒരു ഐഡിയ എടുത്തിട്ട് അത് ആളുകൾക്കൊന്നും പരിചയപ്പെടാൻ വേണ്ടി ഒറ്റ ഐഡിയ ഇൻട്രൊഡക്ഷനിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ആശയം. ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ കുട്ടികളെ വളർത്തുന്നത് വലിയൊരു ചാലഞ്ചാണ് ഇപ്പൊ. അതെ. സാധാരണഗതിയിൽ പിന്നെ ഓരോ കുടുംബത്തിലും there is a war like feeling between the children and അതെ അതെ അതെ. അപ്പൊ അതില് ഞാൻ ആ ഒരു ചാപ്റ്ററിൽ ഞാൻ കൊടുത്തിട്ടുള്ളത് ഖലീൽ ജിബ്രാന്റെ ഒരു ഫേമസ് കൊട്ടേഷൻ ഉണ്ട്. യുവർ ചിൽഡ്രൻ ആർ നോട്ട് യുവർ ചിൽഡ്രൻ, and they are the sons and daughters of the life's longing for itself. They come through you but not from you എന്നൊക്കെ പറയുന്ന ഒരു ഇതാണത്. അപ്പോ പാരന്റ്സ് ഷുഡ് നോട്ട് think that or insist that children are their extension. അവർക്ക് ഫ്രീഡം കൊടുക്കണം. അവർക്ക് ഫ്രീഡം കൊടുക്കുക വെച്ചാൽ ഇറ്റ് ഇസ് നോട്ട് അൺബ്രൈഡഡ് ഫ്രീഡം. വളരെ നന്നായിട്ട് കുട്ടികളെ മനസ്സിലാക്കി കൊടുത്ത് അറ്റ് ദ സെയിം ടൈം ദേ മസ്റ്റ് ബി ഗിവൺ ഫ്രീഡം ഓൾസോ. അത് വളരെ ഭംഗിയായിട്ട് ഞാനൊരു പേജ് 66 ഞാൻ അതിന് വർണ്ണിച്ചിട്ടുണ്ട്. അത് പക്ഷെ ഇപ്പൊ പറയുകയാണെങ്കിൽ അത് വളരെ സമയം എടുക്കും. നമുക്ക് അധികം സമയം വിശദാംശങ്ങളിലേക്ക് ഡീറ്റെയിൽസിലേക്ക് പോകാൻ അത് വേറൊരു സമയത്തായിക്കൊള്ളു. നമുക്കിപ്പോ ഇത് ഇനിയും എല്ലാം കൊണ്ട് നമുക്കൊരു 7-8 മിനിറ്റ് ബാക്കിയുള്ളൂ. അപ്പൊ അതിനകത്ത് ഉൾക്കൊള്ളിക്കാവുന്ന കാര്യങ്ങൾ മാത്രം. ഇനി ഇതിനെപ്പറ്റി എന്തെങ്കിലും ശ്രദ്ധേയമായ കാര്യങ്ങൾ നമ്മുടെ ആളുകളെ അറിയിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന് ശ്രമിക്കാം. അതായത് പാർട്ട് എയിൽ 5 ചാപ്റ്ററിൽ ഞാൻ ചെയ്തിട്ടുള്ളത് ചൈൽഡ്ഹുഡ്, എഡ്യൂക്കേഷൻ, മാരേജ്, ഫാമിലി ആൻഡ് റിട്ടയർമെന്റ്. വെരി നൈസ്, വെരി നൈസ്. അതായത് 4 സീസൺസ് എന്ന് പറയുമ്പോൾ ഓരോ ഉദാഹരണത്തിന് കുട്ടികളായിരിക്കുന്ന സമയത്ത് ഇറ്റ് ഈസ് സ്പ്രിംഗ് സീസൺ, മോസ്റ്റ് ബ്യൂട്ടിഫുൾ സീസൺ ഇൻ ദ ലൈഫ്. വെരി ഗുഡ്, വണ്ടർഫുൾ ഐഡിയ. ഫോളോഡ് ബൈ സമ്മർ, അതൊരു മിഡിൽ ഏജ് ആയിരിക്കും. പിന്നെ യൂത്ത് ഏജ് ആണ് ഈ സമ്മർ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ ഓട്ടം എന്ന് പറയുമ്പോൾ നമ്മളുടെ പിന്നെ ഒരു പക്വതയായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. പിന്നെ അവസാനം വിന്റർ, ഓൾഡ് ഏജ്. അപ്പൊ ഈ 5ഉം ഇറ്റ് ഈസ് ക്യാപ്ചേർഡ് ഇൻ ദിസ് 5 ചാപ്റ്റേഴ്സ് ഓഫ് ദ പാർട്ട് എ. വെരി ഗുഡ്, വെരി ഗുഡ്. അത് വളരെ രസകരമായിട്ട് തന്നെയാണ് അതിൽ കൊണ്ടിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞാൽ പാർട്ട് ബിയിലേക്ക് വരും. പാർട്ട് ബിയിൽ ഞാൻ 9 പ്രോബ്ലംസ് നമ്മൾ പിന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പ്രോബ്ലം ദാറ്റ് വി ഫേസ് ഈസ് ഫിയർ. എല്ലാത്തിനും ഭയമാണ് ഇന്ന് ലോകത്ത്. മനുഷ്യൻ തന്നെ ഭയക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. അത് ഉദാഹരണം പറയുകയാണെങ്കിൽ പിന്നെ ഫിയർ എന്ന് പറഞ്ഞാല് മറ്റുള്ളവർ എന്ത് വിചാരിക്കും നമ്മളിത് ചെയ്ത. ഫിയർ ഓഫ് ബീങ് ഇവാലുവേറ്റഡ് ബൈ അതേഴ്സ് ആർ ദി ഗ്രേറ്റസ്റ്റ് ഫിയേഴ്സ്. അപ്പൊ അതിന് ഓരോന്നായ എക്സാമ്പിൾസോട് കൂടിയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത് വരുന്നത് തോട്ട്സ് ആണ്, ചിന്തകളാണ്. ഇവിടെ ഒരു കാര്യം ചോദിക്കേണ്ട ആവശ്യം വരുന്നത്, മനുഷ്യരെ പേടിപ്പിച്ച് ചൊൽപ്പടിയെ നിർത്താൻ പേടി എന്നുള്ളത് അല്ലെങ്കിൽ ഭയപ്പെടുത്തുക എന്നത് ഏറ്റവും സമൃദ്ധമായി ഉപയോഗിക്കുന്നത് മതങ്ങളാണ്.
മതങ്ങളും അതുപോലെ തന്നെ രാഷ്ട്രീയവും ഉണ്ട്. അല്ല എല്ലാം ഒരു ലാർജർ ദാൻ ലൈഫ്. അല്ല പറഞ്ഞത് ഇത് ആരംഭിക്കുന്നത് മതത്തിലാണ്. ഇപ്പൊ പുരോഹിതന്മാര് പറയുന്ന പോലെ ചെയ്തില്ലെങ്കിൽ നരകത്തിൽ പോകും, അവര് പറഞ്ഞ പോലെ ചെയ്താൽ സ്വർഗത്തിൽ പോകും, അവരെ മാനിച്ചില്ലെങ്കിൽ വലിയ അപകടം വരും, ആചാരങ്ങൾ മുടക്കിയാൽ വലിയ നാശം വരും, ശാപം കിട്ടും, ഇങ്ങനെ ഭയപ്പെടുത്തി ഈ ലോകത്തെ പറ്റിയും പരലോകത്തെ പറ്റിയും അല്ലെങ്കിൽ ഇനിയും വരുവാനുള്ള എന്താ പറയുന്നത് ജന്മത്തെ പറ്റിയുമുള്ള ഭയം കൊണ്ട് മനുഷ്യനെ നിറച്ച് അവനെ നിയന്ത്രിച്ച് ചൊൽപ്പടിയിൽ നിർത്തി അവന് അതുകൊണ്ട് വരാമാകുന്ന വന്നുകൊണ്ടിരിക്കുന്ന നാനാവിധമായ നാശനഷ്ടങ്ങളെ പറ്റി അല്പം പോലും ചിന്തയില്ലാതെ മനുഷ്യനെ കെട്ടിയിടാനുള്ള ഒരു ഉപാധിയായി ഭയത്തെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് മത നേതാക്കന്മാർ, മതസംരക്ഷകർ ആണ്. പക്ഷെ അതേസമയം തന്നെ അവര് കൈകാര്യം ചെയ്യുന്ന മതഗ്രന്ഥം കൊണ്ടാണ് നമ്മളിപ്പോ ജനങ്ങളെ സഹായിക്കാനും പോകുന്നത്. അത് ഇതിന്റെ പൊരുത്തക്കേട് എന്താണെന്ന് ജനം ചോദിക്കും. ഞാൻ എന്റെ കാര്യമല്ല പറയുന്നത്, നമ്മളെ കേൾക്കുന്ന ആളുകൾ ചോദിക്കും. അപ്പൊ അവർക്കൊരു അതിനെപ്പറ്റി ഒരു വ്യക്തത ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് സാധിച്ചാൽ നന്നായിരിക്കും. അതായത് ഈ സാറ് പറഞ്ഞ മാതിരി ഈ ഫിയർ എന്നുള്ളത് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വികാരമാണ്. അത് ആദ്യം നമ്മൾ പഠിച്ചത് ഈ അതിന്റെ സോഴ്സ് പിന്നെ മതം തന്നെയാണ്. എല്ലാ മനുഷ്യർക്കും മതമാണ് ആദ്യം തന്നെ നമ്മളിതെല്ലാം പഠിച്ചിട്ട് വരുന്നത്. നമ്മൾ പിന്നെ ഇൻഡിപെൻഡന്റ് ആയി ചിന്തിക്കുന്നത് ആഫ്റ്റർ സർട്ടൺ സ്റ്റേജിലാണ്. ഒരു വയസ്സൊക്കെ ആയി കഴിഞ്ഞ് സ്വന്തമായി ചിന്തിക്കുമ്പോൾ മാത്രമേ നമ്മള് പിന്നെ ആ മതത്തിനെ വേറിട്ട് കാണാൻ നമ്മൾ സാധിക്കുള്ളൂ. അതുവരെ നമ്മൾ മതത്തിന്റെ അടിമകളായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. അപ്പൊ അത് നമ്മൾക്ക് മാറ്റാനേ പറ്റില്ല. ഇറ്റ് ഹാസ് ബിക്കം എൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് അവർ ലൈഫ്. അപ്പൊ ഞാനിതില് അത് പറയുന്നുണ്ട്, ഈ എല്ലാവരും ഈ ലാർജർ ദാൻ ലൈഫ് ഇമേജ് ആണ് കൊണ്ടു നടക്കുന്നത്. മതമായാലും ശരി, രാഷ്ട്രീയക്കാരായാലും ശരി. ഇപ്പൊ അത് മാത്രമല്ല, മോസ്റ്റ് റീസെന്റ് PR വർക്കാണ് എല്ലായിടത്തും. അപ്പൊ സാധാരണക്കാർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. വളരെ അത്ഭുതകരമായിട്ട് ഡംപ് ഫൗണ്ടഡ്. അതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ ഓരോന്നും പറയുന്നുണ്ട്. ഈ ഭയത്തിന്റെ കെടുതിയിൽ നിന്ന് നമ്മെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ ഭയത്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചനം പ്രാപിക്കാൻ സാധാരണക്കാരായ നമ്മൾ എന്ത് ചെയ്യണം? വളരെ റിലവന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. എന്റെ ബുക്കിൽ ഇതിന് ആൻസർ ഉണ്ട്. ഓരോ ചാപ്റ്ററും നമ്മള് വേർഡ് ബൈ വേർഡ് വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാല് ഇറ്റ് വിൽ ചേഞ്ച് ഇന്റേണലി. അത് എങ്ങനെയാണത് എന്നുള്ളതാണ്. അത് എനിക്കിപ്പോ പറയാൻ പറ്റില്ല. അതൊന്ന് വായിച്ചു തന്നെ സാറിന് അയച്ചു തരാം. വായിച്ച് നോക്കിയിട്ട് പറഞ്ഞാല് ഇത് ഒരു അസാധാരണമായിട്ടുള്ള ഒരു ബുക്കാണത്. ഒരു സാധാരണ ഒരു മനുഷ്യൻ എഴുതിയ ഒരു അസാധാരണമായിട്ടുള്ള ബുക്കായിട്ടാണ് ഞാനിത് കാണുന്നത്. അപ്പൊ അതിനുള്ള സൊല്യൂഷൻ ഇതിലുണ്ട്. നമ്മുടെ ഈ പ്രോഗ്രാം കണ്ടിട്ട് ആർക്കെങ്കിലും ഈ പുസ്തകം വാങ്ങിച്ച് വായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം? അതെ, ആമസോണില് എന്റെ പേരും പിന്നെ ഈ ബുക്കിന്റെ പേരും കൂടി എടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ ലോട്ട് ഓഫ് ഇൻഫർമേഷൻ. ആമസോണിലുണ്ട്. അത് വളരെ സൗകര്യമാണ്. ഇനിയും ആർക്കെങ്കിലും ചന്ദ്രശേഖരെ കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ അത് താല്പര്യം, അത് സമ്മതം ഉണ്ടെങ്കിൽ താങ്കളുടെ മൊബൈൽ നമ്പർ ഇപ്പൊ ഒന്ന് പറഞ്ഞു കൊടുക്കാമോ? വെളിപ്പെടുത്താൻ താല്പര്യമില്ലെങ്കിൽ ഞാൻ നിർബന്ധിക്കത്തില്ല. അല്ല, ഞാനിപ്പോ അതിന് ഉദ്ദേശിക്കുന്നില്ല. കാരണം അതർവൈസ് വെരി ബിസി പേഴ്സൺ. ചിലപ്പോ ഈ ഫോണിൽ കൂടെ വന്നു കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാവുന്നൊരു ഇതുണ്ട്. അത് സാറിനോട് പറഞ്ഞാൽ മതി. വല്ലത് ഇമ്പോർട്ടന്റ് ആയിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ടെൽ മീ. ആർക്കെങ്കിലും പ്രത്യേകിച്ച് വല്ലതുണ്ടെങ്കിൽ ഐ വിൽ കോൾ ഹിം ആൻഡ് ഗെറ്റ്. അതൊരു ജനറലായിട്ട് എനിക്ക് ഒരു പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് പറയാം. കുഴപ്പമില്ല. അതാ ഞാൻ ആദ്യമേ ചോദിച്ചത്. അത് സൗകര്യമുണ്ടെങ്കിൽ മാത്രമെന്ന് പറഞ്ഞിട്ടല്ലേ ഞാനത്. അതെ, ശരിയാണ് സാർ. അപ്പൊ ഞാൻ ഈ പാർട്ട് ബി ഒന്ന് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് 2-3 മിനിറ്റ് കൊണ്ട് നിർത്തണം. ഒന്ന്, പിന്നെ അത് കഴിഞ്ഞാൽ തോട്ട്സ് ഉണ്ട്, ചിന്തകള്, ഫോർഗീവ്നെസ്, സ്ട്രെസ് മാനേജ്മെന്റ്, മെഡിറ്റേഷൻ, God, religious and spirituality, simplicity and detachment, dangers of living in debt. കടമാണല്ലോ എല്ലായിടത്തും. പിന്നെ അതുപോലെ തന്നെ ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ്. ഇങ്ങനെയുള്ളത് പാർട്ട് ബിയില്. പിന്നെ അവസാനത്തെ പാർട്ട് സിയില് ഒരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്,
അത് വളരെ മോശമായിരിക്കുകയാണ്. ഈ പിന്നെ സോഷ്യൽ മീഡിയ വന്ന ശേഷം റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ഈസ് വെരി പുവർ. പിന്നെ ടെക്നോളജി, വിമൻസ് സേഫ്റ്റി ആൻഡ് പേഴ്സണൽ കൗൺസിലിംഗ് ആണ്. ഇതോടുകൂടിയിട്ട് എല്ലാം ആയിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഓരോന്ന് വായിച്ചു കഴിഞ്ഞാൽ തന്നെ എല്ലാം മനസ്സിലാക്കാൻ പറ്റും. അപ്പോ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. പിന്നെ ഇത് ഒരു ബുക്കിന്റെ വില ഓൺലി 300 rupees. 1 കിലോ ആപ്പിളിൽ നിന്ന് 450 രൂപയാണ്. ഇത് വായിച്ചു കഴിഞ്ഞാൽ ദിസ് വിൽ ബി എ ലൈഫ് ലോങ് ഫ്രണ്ട്സ്. കുട്ടികൾക്കോ നമ്മുടെ തലമുറകൾക്ക് എല്ലാം ഉപയോഗപ്പെടുന്ന ഒരു ബുക്കായിരിക്കും. അത് ഞാൻ ആദ്യം സാറിന് അയച്ചു തരാം. എന്നിട്ട് യു ക്യാൻ ടെൽ യുവർ ഫ്രണ്ട്സ് അബൌട്ട് ദിസ് ബുക്ക്. എനിക്ക് അത്രേ പറയാനുള്ളൂ. തീർച്ചയായിട്ടും. ഏതായാലും പുസ്തകത്തെ പരിമിതമായ തോതിലാണെങ്കിൽ പോലും നമ്മുടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താൻ ഇടയായതിൽ സന്തോഷിക്കുന്നു. റിട്ടയർമെന്റിന് ശേഷം മനുഷ്യർക്ക് പ്രയോജനം വരുന്ന കാര്യങ്ങൾ ഈ കാലഘട്ടത്തിന്റെ ആവശ്യമനുസരിച്ച് ക്രമീകരിച്ച് കൊടുത്തുകൊണ്ടേ ഇരിക്കാനുള്ള ആ ഒരു നല്ല ലക്ഷ്യബോധത്തെ ഞാൻ വ്യക്തിപരമായി മാനിക്കുന്നു, വിലയിരുത്തുന്നു. താങ്കളിൽ കൂടെ കൂടുതൽ നല്ല അറിവ് ജനം അറിയാനും പ്രയോജനപ്പെടുത്താനും താല്പര്യമുള്ളവർക്ക് ലഭിക്കട്ടെ. ആളുകൾ ചിന്തിക്കാൻ ആരംഭിക്കട്ടെ. അതുകൊണ്ട് മനുഷ്യന്റെ ആന്തരികമായ അടിമത്തത്തിന് അറുതി വരട്ടെ. എല്ലാവരും ഒരേ വെളിച്ചത്തിന്റെ പ്രതിഭാസങ്ങളാണ് എന്ന തിരിച്ചറിവിൽ മനുഷ്യരാശി ചണ്ടയും കലഹവും ഉപേക്ഷിച്ച് പരസ്പര സ്നേഹത്തിലും സാഹോദര്യത്തിലും എന്നെപ്പോലെ മറ്റുള്ളവരെ കരുതണം എന്ന ചുമതല ബോധത്തിലും സഹവർത്തിക്കുന്ന സമാധാനത്തിന്റെ നാളുകൾ വരട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ഉള്ളിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഈ ചെറിയ സംഭാഷണം ഇവിടെ ഉപസംഹരിക്കാം. ഇതിൽ പങ്കെടുത്ത ചന്ദ്രശേഖരനോടുള്ള എൻ്റെ നന്ദി, വാത്സല്യം. താങ്ക് യു വെരി മച്ച്.